വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. എല്ലാ വർഷവും ഒരു ബൈബിൾ ക്ലാസ് നടത്താറുണ്ട്. അതിനുള്ള ബന്ധത്തിൽ ഈ വർഷവും ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാൻ സാവകാശം തന്ന കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. പ്രത്യേകാൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന IPC ബദേൽ ദുബൈയിലെ ദൈവമക്കളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദുബൈയിൽ ഒന്നിച്ച് ആരാധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ IPC ഇരിങ്ങാലക്കുട സെന്ററിൽ നിന്ന് ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധന്മാരു കണ്ണുനീരെല്ലാം നിത്യേകും നിത്യജീവനം നന്നേക്കുമാ. ദൈവം തൻ വിശുദ്ധന്മാരു കണ്ണുനീരെല്ലാം നിത്യേകും നിത്യജീവനം നന്നേക്കുമാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. സ്വർഗീയ നാളതിൻ പ്രഭാതമായിതാ, ആയൻ പ്രിയൻ വാനിൽ ദൂതസേനയോടിതാ. സ്വർഗീയ നാളതിൻ പ്രഭാതമായിതാ, ആയൻ പ്രിയൻ വാനിൽ ദൂതസേനയോടിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. പ്രാർത്ഥനയോട് ഈ ദിവസങ്ങൾ ഇന്നു മുതൽ 12 ദിവസത്തേക്കാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദേവദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ ത്രിയേക ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ബേഥേൽ IPC ദൈവസഭയ്ക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ ഇരിങ്ങാലക്കുട സെന്ററിനും അധ്യക്ഷത വഹിക്കുന്ന, ഞാൻ വളരെ ക്രിസ്തുവിൽ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗരസീം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ബേഥേൽ IPC ദുബൈയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ഇതര കർത്താവിൻ്റെ ദാസന്മാർ, ഇരിങ്ങാലക്കുട സെന്ററിലുള്ള കർത്തദാസന്മാർ, പ്രത്യേകിച്ച് റോയി പാസ്റ്ററും ഡാനി പാസ്റ്ററും ഉൾപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇതര ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ 3ാമത്തെ പ്രാവശ്യവും നിങ്ങളോടുകൂടെ ബേഥേൽ IPCയോടുകൂടെ ദൈവവചന ശുശ്രൂഷയിലായിരിക്കാനും ആത്മീയ കൂട്ടായ്മയിലായിരിക്കാനും ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. 2007 ആദ്യത്തെ നമ്മുടെ കൂടിവരവ്. അന്ന് മുതലുള്ള ഒരു ആത്മീയ ബന്ധം ബേഥേൽ ദൈവസഭയുമായിട്ടും കർത്താവിൻ്റെ ദാസന്മാരുമായിട്ടുമുണ്ട്. ഇന്നും അത് ഊഷ്മളമായി സൂക്ഷിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ ഈ ബൈബിൾ അധ്യയനത്തിൽ എനിക്ക് ശുശ്രൂഷയ്ക്കായിട്ട് അവസരമൊരുക്കിയതിൽ ആദ്യമായിട്ട് തന്നെ നന്ദിയും അറിയിക്കട്ടെ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്.
ഇതിനു മുൻപ് നമ്മൾ ഒരുമിച്ച് പഠിച്ച വിഷയങ്ങളെക്കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസൻ വളരെ കൃത്യതയോടെ ഓർത്ത് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ നാളുകളെ ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെ എവിടെയായിട്ട് സൂക്ഷിക്കുന്നല്ലോ. നമ്മൾ പഠിക്കുവാനെടുത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും അതിനായിട്ടുള്ള നമ്മുടെ ഒരുക്കവും, ആ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിൽ സാധാരണയായിട്ടുണ്ടാകുവാനിടയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിവാരണവും കൂടെ വരുത്തി പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നുകിൽ കർത്താവിന്റെ ദാസനെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഏൽപ്പിക്കാം. അടുത്ത ദിവസത്തെ ക്ലാസ്സിന് മുമ്പ് ആ ചോദ്യങ്ങൾ എൻ്റെ പക്കൽ കിട്ടിയാൽ, അല്ല നമ്മുടെ ക്ലാസ്സിനിടയിൽ തന്നെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അന്നേരമുള്ള സംശയങ്ങൾ എഴുതി അറിയിച്ചാലും അതിനോട് ചേർന്ന് പറഞ്ഞു പോകുവാൻ നമുക്ക് സാധിക്കും. സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നാം തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. അതിനു മുൻപ് ഞാൻ സാധാരണ ശുശ്രൂഷകളുടെ തുടക്കത്തിൽ പറയാറുള്ള 3 വാചകങ്ങളുണ്ട്. ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൽ ചേരുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ചില സഹോദരങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ട്. അവർക്കത് ആവർത്തനമാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാനത് ആ 3 വാചകങ്ങളൊന്ന് ഉദ്ധരിച്ചോട്ടെ. To know Christ more clearly, to follow Christ more nearly, and to love Christ more dearly. 3 വാചകങ്ങൾ ഞാനൊരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ വായിച്ചതാണ്. ക്രിസ്തുവിനെ കുറെ കൂടെ വ്യക്തതയോടെ അറിയുവാൻ, 2 ക്രിസ്തുവിനെ കുറെ കൂടെ അടുത്തു ചെന്ന് അനുധാവനം ചെയ്യുവാൻ, 3 ക്രിസ്തുവിനെ കുറച്ചുകൂടെ ഹൃദ്യമായി സ്നേഹിക്കുവാൻ ഈ ബൈബിൾ ക്ലാസ് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കരുതുന്നു നമ്മുടെയൊക്കെ ആഗ്രഹമായിരിക്കും അതെന്ന്. ടു നോ ക്രൈസ്റ്റ് മോർ ക്ലിയർലി. ക്രിസ്തുവിനെ അറിഞ്ഞത് പോരാ, ഇനിയും എനിക്ക് അവിടുത്തെ അറിയണം. ടു ഫോളോ ക്രൈസ്റ്റ് മോർ നിയർലി. ക്രിസ്തുവിനോട് ഞാൻ അടുത്തത് പോരാ, എനിക്ക് കുറെ കൂടെ അവനോട് അടുത്ത് ചെന്ന് അവനെ അനുഗമിക്കണം. ആൻഡ് ടു ലവ് ക്രൈസ്റ്റ് മോർ ഡിയർലി. എനിക്ക് കർത്താവിനെ സ്നേഹിക്കുന്നത് പോരാ, കുറെ കൂടെ ഹൃദ്യമായി എനിക്ക് അവിടുത്തെ സ്നേഹിക്കണം. നമ്മുടെ ഈ കൂടിവരവ്, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ 12 ദിവസത്തെ നമ്മുടെ കൂടിവരവ് അതിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോടെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പഠന വിഷയത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തു യേശുവിൻ്റെ പുനരാഗമനം, മറ്റൊന്ന് നമ്മുടെ ഒരുക്കം. The coming of the Lord Christ, or the return of the Lord, and our preparation for Christ's return. ഈ 2 ഭാഗങ്ങളാണ് നമ്മുടെ പഠനത്തിനുള്ളത്. നാം അതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് 2ാം ഭാഗത്തിനായിരിക്കും. എന്നാൽ ആദ്യത്തെ ഭാഗത്തെ നമുക്ക് അങ്ങനെ വിടുവാൻ സാധ്യമല്ല. എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ നമുക്കറിയാമായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ 1ാം ഭാഗത്ത് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. 1ാം ഭാഗം അറിയാതെ 2ാം ഭാഗത്തെ പറ്റി പറയുവാനും സാധ്യമല്ല. അതുകൊണ്ട് നമുക്കാദ്യം 1ാം ഭാഗത്തേക്ക് പോകാം. ക്രിസ്തു യേശുവിൻ്റെ പുനരാഗമനം.
രണ്ടാം ഭാഗം നമ്മുടെ ഒരുക്കം. നമ്മുടെ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെയും വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുവാനാണ് താല്പര്യം. ഒന്ന്, ഒരുക്കം, അതിന് നാം എന്തൊക്കെ ചെയ്യണം. രണ്ടാം ഭാഗം, നാം എന്തെല്ലാം ഉപേക്ഷിക്കണം. അത് രണ്ടാം ഭാഗത്തേക്കായിരിക്കും. നാം ഒന്നാം ഭാഗത്തേക്ക് പോകുന്നു. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം അല്ലെങ്കിൽ രണ്ടാം വരവ് എന്ന് നേരിട്ടൊരു പ്രയോഗം ബൈബിളിൽ ഇല്ല. എന്നാൽ വേദപഠിതാക്കൾ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിഷയം, അങ്ങനെ ഒരു നാമകരണം ചെയ്തതാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അഥവാ പുനരാഗമനം എന്ന ഒരു വിഷയത്തിന് നാമകരണം ചെയ്യുവാൻ മുഖാന്തരമായ പ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെയും 28-ാമത്തെയും വാക്യങ്ങളാണ്. എബ്രായർക്കുള്ള ലേഖനം 9-ന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോസ്തലൻ അവിടെ നമ്മുടെ മരണം, ന്യായവിധി തുടങ്ങിയിട്ടുള്ള ദൈവിക നിയമനങ്ങളെ കുറിച്ച് പറയുകയാണ്. ഡിവൈൻ അപ്പോയിന്റ്മെന്റ്സ്. ഹീബ്രൂസ് 9 last 2 verses what we read now. അവിടെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, എന്നാൽ ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. രണ്ടാമതും പ്രത്യക്ഷനാകും. സ്തോത്രം. Christ will appear a second time. This is the very basic for this particular theme. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന പ്രയോഗത്തിന് പ്രധാനമായും ആധാരമായിരിക്കുന്നത് ഈ വാക്യമാണ്. രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതും പ്രത്യക്ഷനാകും. ഇപ്പൊ ഒന്നാമത് യേശു പ്രത്യക്ഷനായി. എന്തിനു വേണ്ടിയായിരുന്നു? അനേകരുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത മനുഷ്യരുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, മാനവജാതിയുടെ പാപത്തിന് പ്രായശ്ചിത്തയാഗമാകുവാൻ വേണ്ടിയായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ പ്രത്യക്ഷത. സ്തോത്രം. അതിലേക്ക് പിന്നീട് നമുക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ വാക്യം കർത്താവിന്റെ ദാസൻ മുമ്പേ മുഖവരിയിൽ ഓർപ്പിച്ച യോഹന്നാൻ 14-ന്റെ 3-ാമത്തെ വാക്യമാണ്. ജോൺ 14:3. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വിൽ കം അഗെയിൻ. പിന്നെയും വന്ന്. അതുപോലെ തന്നെ 3-ാമത്തെ വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1:11. ആക്ട്സ് 1:11.
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. വേറെ പശ്ചാത്തലങ്ങളൊന്നും ഞാനിവിടെ വിശദമാക്കുന്നില്ല. ഈ 3 വാക്യങ്ങളിൽ കാണുന്ന പ്രയോഗങ്ങൾ കണ്ടോ? എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു, രണ്ടാമതും പ്രത്യക്ഷനാകും. യോഹന്നാൻ 14:3 യേശുക്രിസ്തു പറഞ്ഞു, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോസ്തല പ്രവൃത്തികൾ 1:11 ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുക്രിസ്തു പോയതുപോലെ തന്നെ വീണ്ടും വരും. ഈ പ്രയോഗങ്ങളിൽ നിന്നാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെന്നോ രണ്ടാം വരവെന്നോ ഒക്കെ നമ്മളൊരു വിഷയ രൂപീകരണം നടത്തിയിരിക്കുന്നത്. ഇനി യേശുക്രിസ്തുവിൻ്റെ അതിപ്രധാനമായ 3 പ്രത്യക്ഷതകളെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അതും എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് നമ്മളിപ്പോൾ കണ്ടു. അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ യേശുക്രിസ്തു ഒന്നാമത് പ്രത്യക്ഷനായത്. രണ്ടാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് നാം അതേ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. സ്തോത്രം. രണ്ടാമത്തെയും മൂന്നാമത്തെയും. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഒന്നാമത്തെയും ഒടുവിലത്തേതുമായ പ്രത്യക്ഷതയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. എന്നാൽ അതിനിടയിലുള്ള ഒരു പ്രത്യക്ഷതയെക്കുറിച്ചാണ് അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 9:24 എബ്രായ ലേഖനം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ. ഇത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ സംബന്ധിച്ചാണ്. പ്രത്യക്ഷത എന്നൊരു പദം അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ കാണുന്ന 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ കണ്ട 2 പ്രത്യക്ഷതകളും ഭൂമിയിലേക്കുള്ള യേശുവിന്റെ പ്രത്യക്ഷതകളാണ്. ഭൂമിയിലേക്കുള്ള യേശുവിന്റെ പ്രത്യക്ഷതകൾ. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പ്രത്യക്ഷതയെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. അത് ഒരു പേരിന് വേണ്ടി ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പ്രത്യക്ഷതയും രണ്ടാമത്തെ പ്രത്യക്ഷതയും. ഒന്നാമത്തെ പ്രത്യക്ഷത യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തെ പറ്റിയാണ്. The word became flesh. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടിയായിരുന്നു. അതിനെ പത്രോസ് പൂരിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 2:24 വാക്യത്തിൽ, 1 Peter 2:24, അവിടെ പത്രോസ് ഈ ഭാഗം പൂരിപ്പിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിമേ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ തൻ്റെ ദേഹത്തിന്മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സ്തോത്രം. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ യേശു ഒന്നാമത് പ്രത്യക്ഷനായി എന്ന് എബ്രായ ലേഖകൻ 9-ന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞത് പത്രോസ് തൻ്റെ 1-ാം ലേഖനം 2:24 വിശദമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട്
ക്രൂശിന്മേൽ കയറി എന്ന്. ക്രൂശിന്മേൽ കയറി. സ്തോത്രം. റോമാലേഖനം 8:3 വാക്യത്തിൽ നാം കാണുന്നു, യേശുക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വെളിപ്പെട്ടിട്ട് തൻ്റെ ജഡത്തിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയെല്ലാം വഹിച്ചു എന്ന്. യേശുക്രിസ്തു പാപജഡത്തിലല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വെളിപ്പെട്ടു. എന്നിട്ടോ പിതാവായ ദൈവം നമ്മുടെ പാപത്തിന് യേശുക്രിസ്തുവിൻ്റെ ജഡത്തിൽ അഥവാ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ഈ 3 വാക്യങ്ങൾ ഒരേ വിഷയത്തിൻ്റെ പൂരകങ്ങളാണ്. സ്തോത്രം. These 3 verses, Hebrews 9:28, 1 Peter 2:24 and Romans 8:3. ഈ 3 വാക്യങ്ങൾ ഒരേ വിഷയത്തെ നമുക്ക് വിശദമാക്കി തരുന്നു. യേശുവിൻ്റെ ഒന്നാം പ്രത്യക്ഷതയുടെ ലക്ഷ്യം എന്തായിരുന്നു? യേശുവിൻ്റെ ഒന്നാം പ്രത്യക്ഷതയിൽ എന്ത് സംഭവിച്ചു? ചുരുക്കം ഇത്രയേ ഉള്ളൂ. സകല മനുഷ്യരാശിയുടെയും പാപം യേശു തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ച് ക്രൂശിൽ അതിൻ്റെ ശിക്ഷയേറ്റു. അങ്ങനെ നമുക്ക് പകരമായി യേശു ക്രൂശിൽ മരിച്ചു. എന്നാൽ മരണം കൊണ്ട് യേശുവിൻ്റെ കഥ കഴിഞ്ഞില്ല. അവൻ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റു. എത്ര കാലത്തേക്ക്? ലാസർ ഉയർത്തതുപോലെയല്ല. ലാസർ ഉയർത്തു, വീണ്ടും മരിച്ചു. മരിക്കാവുന്ന ദേഹത്തിലാണ് ലാസർ ഉയർത്തത്. അഥവാ 8 persons, 8 പേര്, 3 പേർ പഴയ നിയമത്തിലും 3 പേർ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിലും 2 പേർ അപ്പോസ്തോലിക കാലയളവിലും. അങ്ങനെ 3, 3, 2, 8 പേർ മരിച്ചവരിൽ നിന്നും ഉയർത്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ഉയർത്തത് വീണ്ടും മരിക്കാവുന്ന ശരീരത്തിലേക്കാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ ഉയർപ്പിനെ വിളിക്കുന്നത് ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പെന്ന, റിസറക്ഷൻ ടു മോർട്ടാലിറ്റി. There were 8 resurrections even before the resurrection of Christ that happened, a resurrection to mortality. പഴയ നിയമത്തിൽ 3 പേർ, സാരെഫാത്തിലെ വിധവയുടെ മകൻ, ശൂനേംകാരിത്തിയുടെ മകൻ, പിന്നെ എലീശയുടെ കല്ലറയിലേക്ക് വീണ് അവൻ്റെ അസ്ഥികളെ തൊട്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു മൃതൻ. ഇങ്ങനെ 3 പേർ പഴയ നിയമത്തിൽ. യൈറോസിന്റെ മകളും നയീനിലെ വിധവയുടെ മകനും ലാസറും, ഇങ്ങനെ 3 പേർ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാകാലത്ത്. തബീഥയും യൂത്തിക്കോസും അപ്പോസ്തലന്മാരുടെ കാലത്ത്. ഇങ്ങനെ 8 പേരാണ് ഉയർത്തെഴുന്നേറ്റത്. അവരൊക്കെ ഉയർത്തെഴുന്നേറ്റത് വീണ്ടും മരിക്കാവുന്ന ശരീരത്തിലേക്കാണ്. എന്നാൽ യേശു അവരെ പോലെയല്ല ഉയർത്തത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഉള്ള പേരാണ് റിസറക്ഷൻ ടു ഇമ്മോർട്ടാലിറ്റി, അദ്രവത്വത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്, അക്ഷയതയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്, തേജസ്സിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗീയ ശരീരത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഇങ്ങനെ വിവിധ പേരുകളുണ്ട്. കുറഞ്ഞത് 10 വിശേഷതകൾ 1 കൊരിന്ത്യർ ലേഖനം 15:42 മുതൽക്കുള്ള വാക്യങ്ങളിൽ ആ ശരീരത്തിനുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്കും നമ്മൾ കൂടുതൽ പോകുന്നില്ല. നിങ്ങൾക്ക് വായിച്ചാൽ അവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ യേശു അദ്രവത്വത്തിലേക്കും അക്ഷയതയിലേക്കും അമർത്യതയിലേക്കും തേജസ്സിലേക്കും ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, 40 നാളോളം ഉയർത്തെഴുന്നേറ്റ യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ
40 നാൾ കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് വന്ന ഇടത്തേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ പോകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞിരുന്നു, കർത്താവ് വീണ്ടും മടങ്ങി വരുമെന്ന്. സ്തോത്രം. ആ മടങ്ങി വരവിന് 2 പ്രധാനപ്പെട്ട മുഖങ്ങളുണ്ട്. 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ. അതൊക്കെ നമുക്കറിയാവുന്നതായതുകൊണ്ടാണ് വിശദീകരിക്കാതെ ഒരു ആമുഖം എന്ന നിലയിൽ പറഞ്ഞു പോകുന്നത്. ഒന്ന്, ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള വരവും. 2, സഭയോട് കൂടെ ഉള്ള വരവും. Jesus was resurrected, then he was ascended into heaven where he had come from. ഇനിയും കർത്താവ് മടങ്ങി വരും. ആ വരവിന് 2 മുഖങ്ങൾ. ഒന്ന്, ഫോർ ദ ചർച്ച് ആൻഡ് ദെൻ വിത്ത് ദ ചർച്ച്. സഭയ്ക്ക് വേണ്ടിയുള്ള വരവും സഭയോട് കൂടെയുള്ള വരവും. ആസ് ദ ഗ്രൂം ആൻഡ് ദെൻ ആസ് ദ കിങ്. മണവാളനായിട്ടുള്ള വരവും രാജാവായിട്ടുള്ള വരവും. ഇങ്ങനെ 2 മുഖങ്ങളുണ്ട്. സ്തോത്രം. ടു ദ മിഡയർ ആൻഡ് ദ സെക്കൻഡ് വൺ unto this earth. ഒന്ന് ആകാശമേഘങ്ങളിൽ വരും, 2 ഭൂമിയിലേക്ക് വരും. ഇതിൽ നാം കാത്തിരിക്കുന്നത് ദൈവസഭയെ തന്നോട് ചേർക്കുവാൻ മണവാളനായി മേഘങ്ങളിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്ന യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ്. ഈ വിഷയത്തിലും ഇന്ന് നമ്മുടെ ഇടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. യേശുക്രിസ്തു മധ്യാകാശത്തിൽ അങ്ങനെ വരുന്നില്ലെന്നും, അല്ല മധ്യാകാശത്തിൽ വന്ന് നമ്മളെ അങ്ങോട്ട് ചേർത്തിട്ട് ഉടൻ തന്നെ ഇങ്ങ് ഭൂമിയിലേക്ക് വരുമെന്നും ഒക്കെ. എന്നാൽ തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയല്ല. പരമ്പരാഗതമായി ദൈവസഭ വിശ്വസിച്ചു വരുന്ന ഒരു വിശ്വാസ രീതിയാണ് യേശു കർത്താവ് മേഘങ്ങളിൽ ദൈവസഭയെ ചേർക്കുവാനായിട്ട് വരും. ദൈവസഭയെ തൻ്റെ അടുക്കൽ ചേർത്തിട്ട് യോഹന്നാൻ 14:3 കർത്താവ് പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നമ്മൾ 7 വർഷമായിരിക്കും. ആ 7 വർഷം ഇവിടെ ഭൂമിയിൽ പീഡനകാലമായിരിക്കും, മഹാപീഡനകാലമായിരിക്കും. എതിർക്രിസ്തുവിൻ്റെ, മൃഗം എന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണകാലമായിരിക്കും. ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കുവാൻ നമ്മളിവിടെ സമയം എടുക്കുന്നില്ല. സ്തോത്രം. തൊട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഏവർക്കും നല്ല ഗ്രാഹ്യം ഉണ്ടാകും എന്നുള്ള ചിന്തയിലാണ് അതിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കുന്നതും. എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്നതുകൊണ്ട് അതിന് ഊന്നൽ കൊടുക്കുവാൻ വേണ്ടിയും ഇവിടം നമ്മൾ കുറെ ഒഴിവാക്കുന്നു. അങ്ങനെ യേശു കർത്താവ് തൻ്റെ സഭയാനായിട്ട് മേഘങ്ങളിൽ പ്രത്യക്ഷനാകും. സ്തോത്രം. അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവളുടെ മണവാളൻ അവളെ ചേർക്കുവാൻ വരുന്ന വരവാണ്. ആവർത്തിക്കുന്നു, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഏറ്റവും പ്രധാനം അവളുടെ വിവാഹമാണ്. മണവാളൻ അവളെ ചേർക്കുവാൻ വരുന്നതാണ്. മണവാളൻ അവളെ ചേർക്കുവാൻ വരുന്നതാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവസഭ ആരാ? 2 കൊരിന്ത്യർ 11:2 മുതൽക്കുള്ള വാക്യങ്ങളിൽ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം
25 മുതൽക്കുള്ള വാക്യങ്ങളിലും ഒക്കെ നാം കാണുന്നു, ദൈവത്തിൻ്റെ സഭ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കപ്പെടുവാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയാണ്, മണവാട്ടിയാണ് ദൈവത്തിൻ്റെ സഭ. ദൈവസഭയെ സംബന്ധിച്ച് മണവാളന്റെ വരവോളം പ്രധാനം വേറെ ഒന്നുമില്ല. സ്തോത്രം. നമുക്കൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കർത്താവിന്റെ ദാസന് മുമ്പേ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണോ? സ്തോത്രം. നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തുയേശുവിൻ്റെ വരവിനെ സ്വപ്നം കാണുന്ന, രാത്രി സ്വപ്നം കാണുന്ന കാര്യമല്ല പറഞ്ഞത്, ഉണർന്നിരിക്കുമ്പോൾ, സുബോധത്തോടെ ഇരിക്കുമ്പോൾ അതേക്കുറിച്ച് ഓർക്കുന്ന, ഭാവന പോലും കാണുന്ന, അത് സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? സ്തോത്രം. നാം ആ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങി ഇരിക്കേണ്ടതുണ്ട്. സ്തോത്രം. മത്തായി 27 അധ്യായത്തിൽ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് ഉയർക്കുകയും തൻ്റെ ഉയർപ്പിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ പലർക്കും പ്രത്യക്ഷരാവുകയും ചെയ്ത വിശുദ്ധന്മാർ അക്ഷയരായിട്ടുയർത്തവരാണ് എന്നതിനാൽ, അവർ വീണ്ടും മരിച്ചതായിട്ട് രേഖയില്ലാത്തതിനാലും അവർക്കിനി ഒരു ഉയർപ്പിന്റെ ആവശ്യമില്ല. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് തൻ്റെ രക്തം സ്ത്രീധനമായിട്ട് നൽകി വിവാഹ നിശ്ചയം ചെയ്ത മണവാട്ടിയായ ദൈവത്തിൻ്റെ സഭ, ആ സഭയെ ചേർക്കുവാൻ യേശു മേഘങ്ങളിൽ വരും. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വരവുമായിട്ടുള്ള ബന്ധത്തിൽ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന സംഭവങ്ങൾ, ദ ഫ്യൂച്ചർ ഈവൻസ്, അതിനെ ഞാൻ സാധാരണ പ്രധാനപ്പെട്ട 30 സംഭവങ്ങളായിട്ടാണ് കണക്കാക്കുന്നതും പഠിപ്പിക്കുന്നതും. എന്നാൽ നമുക്കതിനും ഈ കൂട്ടത്തിൽ സമയമില്ലാത്തത് കൊണ്ട് ആ 30 കാര്യങ്ങളെ 4 ആയിട്ട് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. 4 major events related to the future events. ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന സംഭവങ്ങളെ ഏറ്റവും പ്രധാനമായിട്ട് 4 ആയി നമുക്ക് തരംതിരിക്കാം. അതിലേറ്റവും ഒന്നാമത്തേത്, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്. The second coming of the Lord Jesus Christ, which has 2 facets, one for the church and the second with the church. Second coming of the Lord, or the second advent of the Lord, കർത്താവിൻ്റെ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന പ്രത്യക്ഷത. 2, ഡൈവേഴ്സ് റിസറക്ഷൻസ്, വിവിധ ഉയർത്തെഴുന്നേൽപ്പുകൾ. പല ഉയർപ്പുകളുണ്ട്, നമ്മളതും ഇവിടെ വിശദീകരിക്കുന്നില്ല. വിവിധ ഉയർത്തെഴുന്നേൽപ്പുകൾ, ഡിഫറെന്റ് റിസറക്ഷൻസ്. 3-ാമത്തെ പ്രധാനപ്പെട്ട സംഭവം, ഡിഫറെന്റ് ജഡ്ജ്മെന്റ്സ്, വിവിധ ന്യായവിധികളാണ്. വിവിധ ന്യായവിധികൾ. 4-ാമത്തേത് ഇറ്റേണൽ ഡെസ്റ്റിനി. ഇറ്റേണൽ ഡെസ്റ്റിനി, നിത്യത. ഇവയെ തരംതിരിച്ചു പഠിച്ചാൽ 30+ സംഭവ വികാസങ്ങളുണ്ട്. നമ്മൾ അവിടേക്ക് തിരിയുന്നില്ലെന്ന് പറഞ്ഞല്ലോ. 30.
അവയെ ക്രോഡീകരിച്ചതാണ് ഈ 4 ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. 2, പലതരം ഉയർപ്പുകൾ. 3, പലതരം ന്യായവിധികൾ. 4, നിത്യത. അതിൽ നമ്മൾ ബാക്കി എല്ലാം വിടുന്നു, ഒന്നാമത്തേത് മാത്രം എടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. സ്തോത്രം. ആ മടങ്ങിവരവിന് 2 മുഖങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. അതിൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഒന്നാമത്തേതാണ്, ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കർത്താവിൻ്റെ വരവ്. അതിനെ ഉൽപ്രാവണം അഥവാ റാപ്ചർ എന്നും വിളിക്കാറുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയെന്നും ദൈവസഭയുടെ ഉൽപ്രാവണമെന്നും വിളിക്കപ്പെടുന്നുണ്ടത്. സ്തോത്രം. നമുക്കേറെ പരിചിതമായ 1 തെസ്സലോനിക്കർ 4:16, 17, 18 വാക്യങ്ങളാണത്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ദൈവസഭയുടെ ഉൽപ്രാവണം. സ്തോത്രം. ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 1, കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. 2, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായി ഉയർക്കുന്നു. 3, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ ക്രിസ്താനുരൂപരായി രൂപാന്തരപ്പെടുന്നു. പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രൈസ് ഗോഡ്. ഓക്കെ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, the descending of Christ from the heavens. 2, resurrection of the saints dead in Christ. 3, transformation or translation of the living saints in Christ. കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നു. മണ്ണിൽ ഉറങ്ങുന്ന ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായിട്ടുയർക്കുന്നു. ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ യേശുക്രിസ്തുവിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുന്നു. 4മതൊരു സംഗതി അതിനോട് ചേർത്തുണ്ട്. ഉയർക്കുന്ന വിശുദ്ധന്മാരും രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. 5, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവും ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്ന വിശുദ്ധന്മാരും തമ്മിൽ മേഘങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുന്നു. സമാഗമം. സ്തോത്രം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് 1 തെസ്സലോനിക്കർ 4:16, 17 വാക്യങ്ങൾ. നമുക്ക് മനഃപ്പാഠമാണല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, 2, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, 3, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അതാണ് 1ാമത്തെ സംഭവം. 2, ക്രിസ്തുയേശുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. അതാണ് 2ാമത്തേത്. 3, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 4, ഇങ്ങനെ നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. 5, നാം മേഘങ്ങളിൽ യേശുവിനെ കണ്ടുമുട്ടും. സ്തോത്രം. യേശുവിനെ എതിരേൽക്കും.
ഈ 5 സംഭവങ്ങൾ ഒരേ സമയത്ത് സംഭവിക്കുന്നതാണ്. ഇതിനെല്ലാം കൂടെ എടുക്കുന്ന സമയം നമുക്കറിയാം, നൊടിയിടയ്ക്കുള്ളിൽ, കണ്ണിമയ്ക്കുന്നിടയിൽ. സ്തോത്രം. നമ്മൾ ഇത്രയും പറയാനെടുത്ത നേരം പോലും ഇത് സംഭവിക്കാൻ എടുക്കില്ല. കണ്ണിമയ്ക്കുന്നിടയിൽ ഈ 5 സംഭവങ്ങൾ ഒരുമിച്ച് സംഭവിച്ചിരിക്കും. സ്തോത്രം. നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ അതീതമായ വേഗതയിലാണ് ഇവ സംഭവിപ്പാൻ പോകുന്നത്. സ്തോത്രം. സംഭവിപ്പാൻ പോകുന്നത്. അതെ, നമ്മുടെ കർത്താവ് വരും. നാം വിശ്വസിക്കുന്നവരും പ്രത്യാശിക്കുന്നവരുമാണ് എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അതിന് 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ. ആദ്യം നമ്മുടെ പാപങ്ങളെ ചുമക്കാൻ ഭൂമിയിലേക്ക് ഒന്നാമത് പ്രത്യക്ഷനായി. രണ്ടാമത് ഇനിയും പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് രണ്ടാമതും പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷതയ്ക്ക് 2 മുഖങ്ങൾ. ഒന്നാമത്തേത് സഭയ്ക്ക് വേണ്ടി മേഘങ്ങളോളം വരുന്ന വരവും, 2 7 വർഷാനന്തരം സഭയോട് കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവും. സ്തോത്രം. നമ്മൾ ആദ്യത്തേതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം യേശു തൻ്റെ ചങ്കിലെ ചോര സ്ത്രീധനമായി തന്ന് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിട്ട് പോയിരിക്കുക. നമുക്ക് വേറെ ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയുമില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ കർത്താവ് മണവാളനായി വന്ന്, സ്തോത്രം, തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ, തൻ്റെ ആത്മാവിനാൽ മുദ്രയിട്ട് സൂക്ഷിക്കുന്ന നമ്മെ തൻ്റെ അടുക്കൽ ചേർക്കുന്ന കർത്താവുമായുള്ള, സ്തോത്രം, സമാഗമമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. സ്തോത്രം. ഏറ്റവും വലിയ പ്രത്യാശ. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. ഈ ദിവസങ്ങളിലെ നമ്മുടെ ക്ലാസ്സും അതിന് മുഖാന്തരം ആകും വിധം ആകട്ടെ. സ്തോത്രം. അങ്ങനെ നമ്മുടെ കർത്താവ് വരും. ഇനി നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കാൻ പോകുന്നത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് കമ്മിങ്. ഈ കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. സ്തോത്രം. നമ്മളിപ്പോൾ പറഞ്ഞ സഭയും ക്രിസ്തുവും തമ്മിലുള്ള സമാഗമത്തിൻ്റെ പ്രാധാന്യത, ദ സിഗ്നിഫിക്കൻസ് ഓഫ് മീറ്റിംഗ് ടുഗെദർ ഓഫ് ക്രൈസ്റ്റ് വിത്ത് ഹിസ് ചർച്ച്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള സംഗമത്തിൻ്റെ പ്രാധാന്യത എന്തെന്ന് നാം ഒന്ന് ഓടിച്ച് നോക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ പ്രാധാന്യത. അതുകൊണ്ട് ഏതാണ്ട് 30ഓളം കാര്യങ്ങൾ. എന്നാൽ എല്ലാം പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ചിലത് മാത്രം ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. ഏറ്റവും ഒന്നാമത്, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്, അവൻ്റെ രക്ഷയാണ്, മാനസാന്തരമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവനെ സംബന്ധിച്ചോ അവൻ്റെ രക്ഷയുടെ പൂർണ്ണതയാണ്. For a normal, ordinary, natural man, the most important thing is his salvation. But for a blood-bought and a blood-washed saint,
the most important thing is the consummation of his salvation. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അവൻ്റെ രക്ഷ, അവൻ്റെ വീണ്ടെടുപ്പ്, അവൻ്റെ പാപമോചനം, അവൻ്റെ മാനസാന്തരം എന്നുള്ളത്. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ബ്ലഡ് ബോട്ട് ആൻഡ് ബ്ലഡ് വാഷ്ഡ്, രക്തത്താൽ കഴുകലും പ്രാപിച്ച ഒരു വിശുദ്ധനെ സംബന്ധിച്ചോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വില കൊടുത്ത ആത്മനാഥനെ നേരിൽ കാണുക എന്നുള്ളതാണ്. സ്തോത്രം. ഏറ്റവും പ്രധാനം അതാണ്. നമ്മുടെ വിരൂപതയകറ്റാൻ തന്നെത്താൻ വിരൂപമാക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരാത്മനാഥൻ, നമ്മെ തേജസ്സുടുപ്പിക്കുവാൻ തൻ്റെ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് നമ്മെപ്പോലെ നഗ്നജന്മമെടുത്ത ഒരാത്മനാഥൻ, പാപത്താൽ നീതിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് നീതിയുടെ വസ്ത്രം നെയ്തെടുക്കുവാൻ നഗ്നനായി ക്രൂശിൽ തൂങ്ങപ്പെട്ട ഒരു ആത്മനാഥനെ നേരിൽ കാണുന്നതിനുള്ള കൊതിയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും അധികമുള്ളത്. സ്തോത്രം. അതിനുവേണ്ടി തുപ്പുന്നവർക്ക് തൻ്റെ മുഖം മറയ്ക്കാഞ്ഞവൻ, അടിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ മുതുക് കുനിയിച്ചു കൊടുത്തവൻ, തൻ്റെ താടിരോമങ്ങൾ പിഴുതെടുക്കുന്നവർക്ക് വേണ്ടി മുഖം കാട്ടിക്കൊടുത്തവൻ, നറു യൗവനത്തിലും നമുക്ക് വേണ്ടി നഗ്നതയേറ്റ് ക്രൂശിൽ മരിച്ചവൻ, ആ കർത്താവിനെ ഒന്ന് കാണാനുള്ള, നേരിൽ കാണാനുള്ള മോഹം, ആഗ്രഹം നമ്മൾ എത്ര പേർക്ക് ഹൃദയത്തിൽ തിങ്ങി വിങ്ങുന്നുണ്ട്? സ്തോത്രം. ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യമാണ് നാം കണ്ടത്. അതിൻ്റെ രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്, സ്തോത്രം, നമുക്കറിയാമായിരിക്കും ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് രക്ഷയെക്കുറിച്ചും, രണ്ടാമതായി ഏറ്റവും കൂടുതൽ വേദപുസ്തകം പറയുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുമാണ്. The most spoken theme in the Bible is salvation, and the second most spoken theme in the Bible is the second coming of Christ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് രക്ഷയെക്കുറിച്ച്, തൊട്ടടുത്തത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച്. അത്രയ്ക്ക് പ്രാധാന്യം ബൈബിൾ അതിന് കൊടുക്കുന്നുണ്ട്. സ്തോത്രം. 3, ഈ ഉപദേശത്തിന്റെ പ്രാധാന്യത. ബൈബിളിൽ 1845 പ്രാവശ്യം, 1845 ടൈംസ്, 1845 പ്രാവശ്യം ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. 4, ബൈബിളിലെ വിശേഷിച്ച് പുതിയ നിയമത്തിലെ 25-ൽ 1 ഔട്ട് ഓഫ് എവറി 25 വേഴ്സസ്, 25-ൽ ഒരു വാക്യം വീതം കർത്താവിന്റെ വരവിനെ പറ്റി പറയുന്നു. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യമാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. പൗലോസ് സ്നാനത്തെക്കുറിച്ച് 13 പ്രാവശ്യം മാത്രം പറഞ്ഞിരിക്കുമ്പോൾ
കർത്താവിന്റെ വരവിനെ കുറിച്ച് 50 പ്രാവശ്യമാണ് പറഞ്ഞേക്കുന്നത്. പഴയ നിയമത്തിലെ 17 ഗ്രന്ഥങ്ങളുടെ പ്രധാന പ്രതിപാദനം യേശുവിന്റെ മടങ്ങിവരവാണ്. പഴയ നിയമത്തിലെ 17 പ്രവചന ഗ്രന്ഥങ്ങളുടെ പ്രധാന പ്രതിപാദനം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം, യൂദായുടെ ലേഖനം, 2 പത്രോസ്, 1ഉം 2ഉം തെസ്സലോനിക്ക ലേഖനങ്ങൾ തുടങ്ങിയുള്ള പുസ്തകങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് ഏറ്റവും അധികമായി പഠിപ്പിക്കുന്നത്. തീർന്നില്ല. മത്തായിയുടെ സുവിശേഷം 24ഉം 25ഉം അധ്യായങ്ങൾ, മർക്കോസ് 13-ാം അധ്യായം, ലൂക്കോസ് 21, 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം തുടങ്ങിയുള്ള അധ്യായങ്ങൾ മുഴുവനും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത്രയ്ക്ക് പ്രാധാന്യം ബൈബിൾ കൊടുക്കുന്ന വിഷയം അപ്രധാനമാണോ? സ്തോത്രം. തീർന്നില്ല. നമ്മുടെ കർത്താവായ യേശു തന്നെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് കുറഞ്ഞത് 9 തവണ ഇതാ ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞതാണ്. 9 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. വേഗം വരുന്നു. അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഈ വിഷയത്തിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കാറുണ്ട്? സ്തോത്രം. ഇന്നും നേരം വെളുത്തണക്കെ ഈ പ്രത്യേക സന്ധ്യ വരെ നമ്മിൽ എത്ര പേർ, ആരും കൈപൊക്കല്ലേ, നമ്മിൽ എത്ര പേർ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയുണ്ടായി? മറ്റേതൊരു വിഷയത്തെക്കാളും അധികം പ്രാധാന്യതയോടെ നമ്മൾ എത്ര പേർ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമവും പുതിയ നിയമവും ഏറ്റവും അധികം പ്രാധാന്യതയോടെ പറയുന്ന വിഷയം നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ് എന്ന വിഷയമാണ്. സ്തോത്രം. മറ്റൊന്ന്, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം, the most important promise in the Bible, ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം യേശുവിന്റെ പുനരാഗമനത്തിന്റെ വാഗ്ദത്തമാണ്. അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം ബൈബിളിൽ ഇല്ല. സ്തോത്രം. എന്നാൽ നമ്മൾ ഏത് വാഗ്ദത്തത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? ചിലപ്പോൾ ഡിസംബർ 31-ാം തീയതി രാത്രിയിലോ, ജനുവരി 1-ാം തീയതിയിലോ, അല്ലെ ജനുവരി ആദ്യത്തെ ഞായറാഴ്ചയിലോ നമുക്ക് കിട്ടുന്ന ഒരു ബുക്ക് മാർക്ക് കാണും, അല്ലെങ്കിൽ ഒരു ബൈബിൾ റീഡിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഭാഗം കാണും. കലണ്ടറും ഒക്കെ അച്ചടിച്ച് നമ്മളതിനെ പൊതുവെ പ്രോമിസ് വേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ചിലരാണെങ്കിൽ ഇങ്ങനെ അച്ചടിച്ചു കൊടുക്കും, ഒരു കലണ്ടറും ഒക്കെ ആയിട്ട്. അപ്പോൾ ബൈബിളിൽ ഇരുന്നോളുമല്ലോ, ഒരു വർഷം കലണ്ടറും നോക്കാം, അതുകൊണ്ട് കളയാതെ സൂക്ഷിച്ചേക്കും. ചിലരാണെങ്കിൽ ഒരു വാക്യമൊക്കെ എഴുതി ഒരു ചോക്ലേറ്റും കൂടെ പിൻ ചെയ്ത് കൊടുക്കും, പ്രോമിസ് വേഴ്സ്. ഈ വാഗ്ദത്ത വചനത്തിന്, അന്ന് കിട്ടുന്ന വാഗ്ദത്ത വചനത്തിനാണോ നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്നത്, അതോ വാക്കുമാറാത്ത
ഉവ്വ് ഉവ്വ് എന്ന് മാത്രം നമുക്ക് വാക്ക് തരുന്ന വിശ്വസ്തനായ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ വാഗ്ദത്തത്തിനാണോ? സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിൻ വാഗ്ദത്തമാണ്. അതുമാത്രമോ? ഈ വിഷയത്തിന്റെ പ്രാധാന്യം, the coming of the Lord is the very key to the all eschatological occurrences. സകലവിധ ഭാവി സംഭവങ്ങളുടെയും താക്കോൽ സംഭവമാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. ആവർത്തിക്കുന്നു, നമ്മൾ പറഞ്ഞല്ലോ 30-ലധികം സംഭവങ്ങളുടെ പരമ്പര പ്രധാനമായും പഠിക്കുവാനുണ്ട് ഭാവി കാലത്തെക്കുറിച്ച് ഓർത്താൽ. എന്നാൽ അതിനെല്ലാം താക്കോൽ സംഭവമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് മടങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യാശിക്കുന്ന ഭാവിപരമായ യാതൊന്നും നടക്കുകയില്ല. സ്തോത്രം. നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം, മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പ്, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തതിന് പ്രതിഫലം ലഭിക്കുക, സാത്താനെ നീക്കിക്കളയുക, ഭൂമിയിലെ ദുർഭരണങ്ങളെ മാറ്റുക, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഒന്നുമില്ലാത്ത ഒരു നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുക തുടങ്ങിയുള്ള നാം പ്രത്യാശിക്കുന്ന ഈ ശുഭഭാവി നമുക്ക് സംഭവിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സംഭവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. പ്രിയരെ, നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഒരു ആമുഖം മാത്രമാണ് നമ്മുടെ വിഷയത്തിന് നാം ഇന്നിട്ടത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിൻ പ്രാധാന്യമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതെ, നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തം, നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ വിശുദ്ധന്മാരെ തന്നോട് ചേർക്കുവാൻ താമസം വിന നമ്മുടെ കർത്താവ് വരുന്നു. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നമ്മുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ആകയാൽ പ്രിയരെ, നമ്മുടെ ആത്മമണവാളന്റെ വിവാഹ നിശ്ചയം ചെയ്തു പോയ നമ്മുടെ ആത്മമണവാളന്റെ മേഘപ്രത്യക്ഷതയ്ക്കായി നമുക്ക് ഈ രാത്രിയിലും ഒരുങ്ങാം. ഇന്ന് രാത്രിയിലാണ് നമ്മുടെ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുന്നതെങ്കിൽ അവിടെയും ഇവിടെയും നിന്നായി നമുക്ക് യേശുക്രിസ്തുവിനോട് അനുരൂപരായി രൂപാന്തരപ്പെട്ട് തൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ സഹായകമാകട്ടെ. ഇല്ല എങ്കിൽ ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ഈ കർത്താവിൻ്റെ വരവിനായി അവൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 1-ാം ദിവസം രാത്രിയില് ഐശ്വര്യമായ നിലയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ തന്റെ ദാസനെ കർത്താവ് സഹായിച്ചല്ലോ. ദൈവദാസന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നാം കേട്ടതുപോലെ ഏറ്റവും വലിയ വാഗ്ദത്തം, നമ്മുടെ കർത്താവ് മടങ്ങി വരും. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനായി പ്രത്യാശയോടെ നോക്കി പാർപ്പാൻ, അവന്റെ വരവെങ്കിൽ നാം എല്ലാവരും കാണപ്പെടുവാൻ, അതിനായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.